ഹായ്, നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളുണ്ടാകും. നമ്മൾ ബിരിയാണിയാണ് വെക്കാൻ പോണത്. ചട്ടി അടുപ്പത്ത് വെച്ചു, ഉള്ളി ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, അതിന് ചെറിയ ഉള്ളി ചതച്ചതിട്ട് കൊടുത്തു, തക്കാളി വഴറ്റി തക്കാളി ഇട്ട് കൊടുക്കുക. നന്നായി വഴഞ്ഞ് വരുമ്പം മല്ലിയില ഇട്ട് കൊടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തിട്ട് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുക്കുക. അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്ക് നമുക്കിതൊക്കെ ആയച്ചാറുണ്ടാക്കാം. ചെറിയ ജീരകം, വലിയ ജീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരിഞ്ഞ് വെച്ച് പച്ചക്കറികൾ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വെറുതെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോണ ഒരാൾക്ക് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്കിതാ ചിക്കൻ വെന്തു. അതിലേക്ക് തേയില ഇട്ട് കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കുക. അപ്പോഴേക്കിതാ കഷ്ണങ്ങൾ വെന്തു. അതിലേക്ക് തേങ്ങ അരച്ച് കൊടുക്കുക. തേങ്ങയിൽ പട്ട ഗ്രാമ്പൂ ഇട്ടിട്ട് ഒന്ന് അരച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് വേവിച്ച് വെച്ച് പരിപ്പും അതിൽ ചേർത്ത് കൊടുക്കുക. പരിപ്പും അതിൽ കൊഴുപ്പുണ്ട് ബീഫിൻ്റെ, അതും കൂടെ അതിൽ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കറി റെഡിയായി. അത് തുറന്ന് നോക്കിയിട്ട് വെള്ളം ഒഴിക്കാം. നന്നായി ഇളക്കി കൊടുത്ത് പകുതി വേവായിട്ടുണ്ട് ചിക്കൻ. വെള്ളം ഒഴിച്ച് അരിൻ്റെ അളവിനനുസരിച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെക്കുക. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിൽ കരി ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് മല്ലിയില, പുതിനയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. വെള്ളം കുറച്ചായി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. അടിയത്തെ ചോറ് മുകൾക്കും, മുകളത്തെ ചോറ് അടിക്കും, അങ്ങനെ ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ മസാല എല്ലാവരുടെയും പിടിക്കില്ല. ചില ഭാഗം വെള്ള കളറായിട്ട് അങ്ങനെ ഇരിക്കും. ഇനി ഒന്നുകൂടി ഒന്ന് അടച്ച് വെക്കാം. അപ്പോഴേക്ക് നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. ചോറ് വേകുന്ന സമയം കൊണ്ട് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ഇങ്ങോട്ടും ഇട്ട് തിരിച്ചും മറിച്ചിട്ട് നോക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് നന്നായി മുരിഞ്ഞ പോലെ ആയി വന്നിട്ടുണ്ട്. മാറ്റാം. ഇത് നമ്മുടെ ബിരിയാണി റെഡിയായി.